എല്ലാവർക്കും ഡ്രാമ റിവ്യൂവിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നൊരു തായ് ഡ്രാമയുടെ റിവ്യൂ ആണ് ഞാൻ ചെയ്യുന്നത്. ഈ ഡ്രാമയുടെ മെയിൻ ഹീറോയും ഇവനും ഈ ലിഫ്റ്റിൽ സ്റ്റക്കായി പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ലിഫ്റ്റിൽ കറണ്ട് ഓണും ഓഫും ആയി പൊയ്ക്കൊണ്ടേയിരിക്കുകയായിരുന്നു. പെട്ടെന്ന് തന്നെ നമ്മുടെ ഹീറോയ്ക്ക് പെട്ടെന്നൊരു പാനിക് അറ്റാക്ക് പോലെ വരാണ്. കാരണം അവൻ്റെ കുട്ടിക്കാലത്തുണ്ടായ ഒരു ട്രോമ അവന് പെട്ടെന്ന് ഓർമ്മ വരികയും അത് കാരണം അവന് ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. അവൻ ഒരുപാട് ബ്രീത്ത് എടുക്കാൻ സ്ട്രഗിൾ ചെയ്യാണ്. ആ സമയത്ത് അവൻ്റെ ബോയ് ഫ്രണ്ട് വളരെയധികം പാനിക് ആവുന്നുണ്ട്. എന്നിട്ട് അവനെ കാം ഡൗൺ ആക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അവനെ റിലാക്സ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ബ്രീത്തിൽ ശ്രദ്ധ എടുക്കാനും കൺട്രോൾ ചെയ്യാനും ഒക്കെ അവൻ്റെ ബോയ് ഫ്രണ്ട് പറയുന്നുണ്ട്. അവൻ അതനുസരിച്ച് ചെയ്യുകയാണെങ്കിലും അവൻ വീണ്ടും ഒട്ടും വയ്യാത്തൊരു രീതിയിൽ സ്ട്രെസ്സായി വരികയാണ്. കുഞ്ഞായിരുന്ന സമയത്ത് ഇവൻ്റെ ഫ്രണ്ട്സും കൂടെയൊക്കെ ഹൈഡ് ആൻഡ് സീക്ക് കളിക്കുന്ന സമയത്ത് ഒരു കുട്ടി ഇവനെ ആ റൂമിലിട്ട് ലോക്ക് ചെയ്യുമായിരുന്നു ജലസി കാരണം. ആ ഒരു പേടി കാരണമാണ് ഇന്നും അവന് ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് സംഭവിച്ചപ്പോൾ അവന് പെട്ടെന്ന് പാനിക് അറ്റാക്ക് ഉണ്ടാവുന്നത്. ഈ സീന് നമ്മളെ മെയിൻ ഹീറോ വളരെ നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു. അവൻ്റെ ആ പാനിക് അറ്റാക്ക് സംഭവിക്കുന്ന സീനൊക്കെ നമുക്ക് ശരിക്കും ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഉണ്ടാക്കുന്നത് പോലൊരു ഫീല് നമുക്ക് അനുഭവപ്പെടും. അത്രയ്ക്ക് പെർഫെക്റ്റായിട്ട് അവൻ ആ ക്യാരക്ടർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഡ്രാമയുടെ സ്റ്റോറി ലൈനൊക്കെ ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സ്റ്റോറി ലൈനാണ്. ദ വിക്കഡ് ഗെയിം എന്നാണ് ഡ്രാമയുടെ പേര്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയാൽ അതിൻ്റെ ഡ്രാമയുടെ എല്ലാ എപ്പിസോഡും നിങ്ങൾക്ക് കാണാൻ പറ്റും. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സ്റ്റോറി ലൈനാണ്. ലാസ്റ്റ് അവൻ്റെ പാനിക് അറ്റാക്ക് ഒരു വിധത്തിൽ കൺട്രോളാക്കി എടുക്കുന്നുണ്ട് അവൻ്റെ ബോയ് ഫ്രണ്ട്. ആ സമയത്ത് അവന് നല്ല രീതിയിലൊരു സപ്പോർട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. ആ സപ്പോർട്ട് കാരണമാണ് അവന് അവൻ്റെ ബ്രീത്തിങ് നോർമലാക്കി എടുക്കാൻ പറ്റിയതും. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ്. അതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.